കുഴപ്പമില്ലടാ, വെടിയും തന്നെ അയക്കാം. എനിക്ക് എന്ത് കുഴപ്പം? വെടിയെന്ന് പറഞ്ഞാൽ വെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമാണ്. Poor Indian woman, widow, surviving for the family in the name of സുധിച്ചേട്ടൻ. കഴിഞ്ഞ ദിവസം രേണു സുധി പുതിയൊരു സിനിമയുടെ പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേ വീഡിയോസ് രേണുവിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ആ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിൻ്റെ ചാറ്റിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ. അതായത് ആ ചാറ്റിനെ പറ്റി രേണുവിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞത് കോഫി കുടിക്കണമെങ്കിൽ ഞാൻ വരാം, ഒരു ഡ്രൈവിന് പോകണമെങ്കിൽ ഞാൻ വരാം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മാനേജറിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന തരത്തിലൊക്കെയായിരുന്നു രേണു പറഞ്ഞത്. അതായത് ആ ചാറ്റിനകത്ത് എന്താണോ സംസാരിച്ചിരിക്കുന്നത് അത് സത്യമാണെന്നുള്ള രീതിയിലായിരുന്നു ഈ പുള്ളിക്കാരത്തിയുടെ സംസാരം. എന്നാൽ ഇപ്പോൾ അതിനുശേഷം കുറേ വീഡിയോസ് അന്ന് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്തെ കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളായിരുന്നു. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് കാണാം. എനിക്ക് കുഴപ്പമില്ലടാ, വെടിയും തന്നെ അയക്കാം. എനിക്ക് എന്ത് കുഴപ്പം? വെടിയെന്ന് പറഞ്ഞാൽ വെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമാണ്. എനിക്ക് വിഷയം ഞാൻ ഇതിലപ്പുറം കേട്ടിട്ട് ഇത് അവളെ ഈ കരിങ്കല്ലില്ലേ, കരിങ്കല്ലായിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ ദേഷ്യം വരാം. ഒരു ദേഷ്യമുണ്ട്, ഇപ്പൊ സന്തോഷമുണ്ട്. ഞാൻ എന്നെ വെടി എന്ന് വിളിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളു എന്നാണ് രേണു സുധി പറയുന്നത്. അപാര തൊലിക്കെട്ടി തന്നെ ഈ ഒരു സ്ത്രീക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എത്ര വളരെ കൂളായിട്ടാണ് വന്നിരുന്നത് സംസാരിക്കുന്നതെന്ന്. എത്രയോ ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ആണിത്. രേണുവിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂവർഷിപ്പാണ്. അതിൻ്റെ പേരിൽ മാത്രമാണ് എല്ലാ യൂട്യൂബേഴ്സും രേണുവിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ രേണുവിനോട് ആർക്കും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളോ ദേഷ്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ അത്ര ശരിയല്ല സോഷ്യൽ മീഡിയ കിടന്ന്. ഇപ്പം ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നത്? എന്നെ വെടിയെന്ന് വിളിക്കുന്നതൊക്കെ എനിക്കൊരു കുഴപ്പമില്ല, അങ്ങ് ഭയങ്കര അഭിമാനത്തോടെ കൂടിയിട്ടാണ് ഇവർ വന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുമോ? ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല. പണ്ട് തെറിവിളികളായിരുന്നെങ്കിൽ ഇപ്പോൾ രേണുവിന് പൂച്ചണ്ടുകളാണ്. രേണു സൂപ്പറാണ്, രേണു ജീവിക്കട്ടെ. അതിനെന്താണ് ജീവിക്കട്ടെ? ജീവിക്കുന്നതിന് എത്രയോ നല്ല മാർഗങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ എന്തിനാ അപരാധങ്ങൾ വന്ന് ഈ സ്ത്രീ വന്ന് കാണിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു? നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഈ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെയുള്ള അപരാധങ്ങൾ കാണിച്ചാൽ നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യുമോ? പിൻ ചെയ്തിരുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ വെടിയാണോ ഞാൻ പറയുന്നില്ല, വേറെ വലുതുമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനെടുത്ത് പിൻ ചെയ്യുവാണെന്ന്. അതായത് പച്ച തെറി വിളിച്ചിട്ടുള്ള കമൻറ്റുകൾ എടുത്ത് വെച്ച് പിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് യാതൊരുവിധ ഉളുപ്പുമില്ല. അത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വാല് കളിച്ചാൽ അതും ഒരു സംഭവമാണെന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. അല്ലാതെ നമ്മൾ ഈ സ്ത്രീയെ എന്ത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം ഇവരൊരിക്കലും നന്നാവത്തില്ല. കാര്യം ഇവർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. എന്തും ഞാൻ കാണിക്കാം, എനിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് മതിയെന്ന്. ഇപ്പോൾ ഈ ജഫീന ബീവി പുറത്ത് വിട്ട ചാറ്റും വോയിസിനും ഒക്കെ ശേഷമാണ് രേണു കുറച്ച് സൈലൻ്റ് ആയത്. ഇത്രയും നാൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്ത് പറഞ്ഞാലും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അതിന് മറുപടി കൊടുക്കുമായിരുന്നു. എനിക്കറിയില്ല എന്താണെന്ന് അവനൊക്കെ അറിയാം. എന്തായാലും ഞാൻ പിൻ ചെയ്തില്ല. അയ്യോ, വെടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അതെന്തോന്ന് അറിയത്തില്ലായിരിക്കും. ഈ രേണുവിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്ലിപ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് രേണു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല, അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതായത് മീഡിയക്കാരടുത്ത് പഴയതുപോലെ അല്ല ഞാൻ പെരുമാറുന്നത്, എനിക്കിപ്പം ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിനോട് മാത്രമേ ഞാൻ ആൻസർ കൊടുക്കൂ എന്നുള്ള രീതിയിലായിരുന്നു. എന്നിട്ട് ഈ ഒരു സ്ത്രീ കാണിക്കുന്ന പ്രവൃത്തി കണ്ടില്ലേ? അതായത് പച്ചയ്ക്ക് വന്ന് പല കാര്യങ്ങളും ചോദിക്കുമ്പം അതിനെ പിന്നെ എൻകറേജ് ചെയ്ത് കൊടുത്ത് തിരിച്ച് മറുപടികൾ കൊടുക്കുവാണ്. ഇവർക്ക് വേണം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നവന്മാരുടെ കർണകുട്ടിക്കിട്ട് ഒരെണ്ണം കൊടുക്കാം. വേണമെങ്കിൽ രേണുവിന് കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. പക്ഷെ രേണു അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. രേണുവിന് ഇതൊക്കെയാണ് ഇഷ്ടം. ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ എന്തും ചോദിച്ചോട്ടെ, ആ ഒരു രീതിയിലോട്ടായിട്ടുണ്ട്. നിക്കർ എന്ന് പറഞ്ഞൊരു പേരുണ്ടായില്ലേ? അതൊന്നും പ്രശ്നമല്ലേ? എനിക്ക് എന്ത് പ്രശ്നം? ഇനിയിപ്പം എന്നാ വിളിച്ചാലും നോ പ്രോബ്ലം, ഹാപ്പി. എന്ത് വിളിച്ചാലും എനിക്കിനി ഒരു വിഷയമല്ല. ഞാൻ എന്തിനും ഞാൻ റെഡിയാണ് എന്നുള്ളൊരു മൈൻഡായി കഴിഞ്ഞു. എന്താ പറയണ്ട, രേണുവിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഈ ഒരു സ്ത്രീ കൊണ്ടുവന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിൽ കൂടുതൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കാര്യം ഇവർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ പറഞ്ഞല്ലോ, അതായത് കോഫി കുടിക്കണമെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവിന് പോകണമെങ്കിലും എൻ്റെ മാനേജറിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഒരാളിത് കളിയാക്കിക്കൊണ്ട് ഒരു റീൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒന്ന് ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണം, ജസ്റ്റ് മീറ്റ് അപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവിൽ. 1 coffee, 1 shake, 1 ride, 1 kernel, call manager. Poor Indian woman, widow, surviving for the family in the name of സുധിച്ചേട്ടൻ. So sad.
Call the manager. She will do. You ready? വെല്ലാത്തേതി. സമ്മതിച്ച് തരണം. അതായത് ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ വിളിക്കുന്ന പേര് എസ്കോർട്ട് സർവീസ്, അതായത് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, അങ്ങനെയുള്ള കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രേണു പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരും. ഇപ്പം നിങ്ങൾ കോഫി കുടിക്കണമെങ്കിലോ ഡ്രൈവിന് പോകണമെങ്കിലോ മാനേജറെ കോൺടാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതെന്താ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ഡേറ്റിങ്ങോ അതോ ഇനി വേറെ വല്ല രീതിയിലുമാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ബോധമില്ലേ നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന്? ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ കാണുമ്പം ഒന്നും പ്രതികരിക്കാനില്ലേ? ഒന്നും പറയാനില്ലേ? രേണു പലപ്പോഴും വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നതെന്ന്. ഇതാണോ ഒരു കഷ്ടപ്പാട്? ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടാണോ നിങ്ങൾ എന്ത് പറയണ്ട ആ കുടുംബം നോക്കേണ്ടത്? മനസ്സിലാവുന്നില്ല. ആൽബങ്ങളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ആരൊക്കെയോ കുത്തിപ്പൊക്കി ഉണ്ടാക്കുന്നല്ലോ. അത് എന്നെ വീട്ടിലിരുത്തണം, എനിക്ക് ഒരു വരുമാനം കിട്ടരുത് എന്ന് താറുമാറാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് പേരാണ്. ആർക്കാണ് നിങ്ങളെ വീട്ടിൽ ഇരുത്താനായിട്ട് ആഗ്രഹം? ഒരു മനുഷ്യർക്കും ഇല്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ആദ്യം ചിന്തിക്കുക. നിങ്ങൾ നശിച്ചു പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്ത് പറയണ്ട ഒരു സിനിമയിലും അഭിനയിക്കരുത്, ഒരു ആൽബത്തിലും അഭിനയിക്കരുത്, ഇങ്ങനെയൊന്നും ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല. ഈ കാട്ടിക്കൂട്ടുന്ന ഈ അപരാധങ്ങൾ അങ്ങ് നിർത്തുക. മാന്യമായിട്ടുള്ള എത്രയോ ആൽബമുണ്ട്, അല്ലെങ്കിൽ എത്രയോ ഷോർട്ട് ഫിലിമുകളുണ്ട്, ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് അഭിനയിച്ചുകൂടെ? നിങ്ങൾ ഈ നെഗറ്റീവ് റീച്ച് ഉണ്ടാകുന്നതിനകത്ത് മാത്രം ഇങ്ങനെ കെട്ടിയെടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആരായാലും എടുത്ത് വെച്ച് ട്രോളും. അതിനകത്ത് വലിയ കാര്യമൊന്നുമല്ല. പിന്നെ വന്നിരുന്നിട്ട് ഈ കുറേ ആൾക്കാരുടെ മനസ്സിൽ പ്ലാനിങ് കാണുമായിരിക്കും, എന്നെ വീട്ടിൽ ഇരുത്തണം, എനിക്കൊരു പൈസയും കിട്ടരുത് എന്നൊക്കെ. അങ്ങനെയൊന്നും വന്ന് പണ്ടത്തെയൊക്കെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതൊന്നും വന്ന് അടിക്കല്ലേ, ഒന്നും ഏക്കത്തില്ല. ഇവിടെ ഒരു മനുഷ്യർക്ക് നിങ്ങളെ വീട്ടിൽ ഇരുത്താൻ താല്പര്യമില്ല. നിങ്ങൾ വീട്ടിലേ ഇരിക്കരുത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഈ ജനങ്ങളെ വെറുപ്പിക്കുന്ന പരിപാടികൾ നിർത്ത്. അവര് കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ കൂടെ ദൈവവും ഉള്ള കുറച്ച് ആൾക്കാരും സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിലനിൽക്കും. ആ മരിച്ചുപോയ മനുഷ്യൻ്റെ പേര് പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ യോഗ്യതയില്ല. സുധിച്ചേട്ടൻ നേരം വളർത്താ വൈകുന്നേരം വരെ അയാളുടെ പേര് വെച്ച് ഇവർ എന്തെല്ലാം കാണിച്ച്. ഇവർ ഒരു മുസ്ലിം പയ്യനുമായിട്ട് കല്യാണം കഴിക്കുവാൻ പോകാമെന്നും പറഞ്ഞിട്ട് ഇവർ തലയിൽ തട്ടമിട്ട് കുറച്ച് നാടകം ഇറക്കി. അതിനുശേഷം ഒരു മിലിറ്ററി ഓഫീസറിൻ്റെ കാര്യം കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് അപ്പോഴും നിങ്ങൾ ആലോചിച്ചോണം, ആ മനുഷ്യൻ മരിച്ച് തലയ്ക്ക് മണ്ടേ നിൽക്കുക, എന്നിട്ടുമാണ് ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ കാണിച്ചുകൊണ്ടിരുന്നത്. എന്ത് പറഞ്ഞാലും ഒരു സുധിച്ചേട്ടനെ അങ്ങ് പിടിച്ചിടാമല്ലോ, അപ്പോൾ പിന്നെ ആരും ഒന്നും പറയത്തില്ലല്ലോ. അല്ലെങ്കിൽ 2 മക്കളെ അങ്ങ് പിടിച്ചിടാമല്ലോ. ഞാനൊരു വിധവയാണ്, മക്കൾക്കും ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെടുവാണ്, ഇങ്ങനൊരു സാധനം കൊണ്ടുവന്നാൽ പിന്നെ നാട്ടുകാർ വാടക്കുമല്ലോ. കുറേ ബോധമില്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത്. കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ. ഓക്കെ, എന്നെ സംബന്ധിച്ച് അവർ കൊച്ചു പിള്ളേരല്ലേ. എനിക്ക് 34 വയസ്സില്ല, അതുകൊണ്ട് പറഞ്ഞത് 18 വയസ്സിന്. ഈ 18 വയസ്സ് പറയണത് പല കാര്യങ്ങൾക്കും നിയമപരമായി ലീഗലി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉള്ളൊരു ഏജാണ് 18 വയസ്സെന്ന് പറയണത്. നിങ്ങൾക്കൊരു ലൈസൻസ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ സ്ത്രീകളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ കല്യാണം കഴിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഏജ് റെസ്ട്രിക്ഷനാണ് ഈ 18 എന്ന് പറയണത്, അല്ലേ? അപ്പോൾ ഈ 18 വയസ്സായെന്ന് വെച്ചിട്ട് അവനൊരു വലിയ ചെറുക്കനാവണം എന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി ഒരു വലിയൊരു പെൺകുട്ടി ആവണമെന്നൊന്നുമില്ല. അപ്പം ഇവിടെ വന്നിരുന്നിട്ട് ഈ 18 വയസ്സിൻ്റെ കണക്കൊക്കെ വന്നിരുന്ന് പറയല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെയൊക്കെ സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും മേ ബി പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനകത്ത് 18 വയസ്സിൽ മുകളിലോട്ടുള്ള ആൾക്കാർ കാണേണ്ട കോണ്ടൻറ്റാണ് നിങ്ങൾ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ 18 വയസ്സ് എന്ന് പറയുന്നത് അത്ര വലിയ പ്രായമൊന്നുമല്ല. ആ പിള്ളേരും ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭാവിയും കൂടെ നശിപ്പിക്കുന്ന പരിപാടിയല്ലേ ഇത്. നിങ്ങൾക്ക് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ്റെ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് നടത്തണമെങ്കിൽ വേറെ കുറേ സൈറ്റുകളുണ്ട്. വേറെ കുറേ ഓൺലി ഫാൻസ് ഉണ്ട്, പിന്നെ വേറെ കുറേ സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ കോണ്ടൻറ്റ് സെല്ല് ചെയ്യാം. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇൻസ്റ്റാഗ്രാം വെച്ചിരിക്കുന്നത് ഈ ഒരു കോണ്ടൻറ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞ ഇവരുടെ പേരിലൊക്കെ കൊണ്ടുവന്ന് ആരെങ്കിലും കേസ് കൊടുക്കണം. കാര്യം ഇത്തരത്തിലുള്ള കോണ്ടൻറ്റുകൾ സ്പ്രെഡ് ചെയ്യരുത്. ഇത് എത്രയോ കുട്ടികൾ കാണുന്നതാണ്. ഓരോ പേരൻസിൻ്റെയൊക്കെ ഫോൺ മേടിച്ചിട്ട് ഇവർ ഈ സബ്സ്ക്രിപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് പോകും. അവർ പോലും അറിയത്തില്ല. എന്നിട്ട് ഇവർ കയറിയിരുന്ന് നൈസായിട്ടിരുന്ന് കാണും. അപ്പം അതിനൊന്നും രേണുവിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് രേണു ഈ വയസ്സിൻ്റെ കണക്കൊന്നും വന്നിരുന്ന് പറയല്ലേ. മുകളിലുള്ള കൊച്ചു പിള്ളേർ അങ്ങനെ തന്നെ പറയുന്നത്. 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേരൊക്കെ എൻ്റെ 18 വയസ്സിന് താഴെയുള്ളവരെന്താ രേണുവിന് ഇഷ്ടപ്പെടാൻ പാടില്ല? വാവകളല്ലേ, അത് കുഞ്ഞു വാവകളല്ലേ, നമുക്ക് ഇഷ്ടമാണ്. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. മൂന്നാറിൽ വെച്ചിട്ട് കുറേ ആരാധകർ ഉണ്ടായിരുന്നു. ആരാധകരെന്ന് ഞാൻ പറയാറില്ല, എന്നെ സ്നേഹിക്കുന്നവരെന്ന് ഞാൻ പറയാറുള്ളൂ. 18 വയസ്സിന് മുകളിലോട്ടുള്ള കൊച്ചു പിള്ളേരെ ആര് വേണമെങ്കിലും എന്നെ സ്നേഹിക്കട്ടെ എടുക്കട്ടെ എന്നൊക്കെ വന്ന് പറയുമ്പോൾ
ഇവരുടെ ഒരു മാനസിക നില എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവരെന്തോ ഉദ്ദേശിക്കുന്നതെന്ന്. ഞാനായിട്ട് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ പറയുന്നതാണ് ഏറ്റവും വലിയ കുറ്റം. കുറേ എണ്ണം വന്നിരുന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. നിനക്കൊക്കെ എന്തിൻ്റെ കഴപ്പാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേറെ പണിയില്ലേ, മറ്റേയാണ് മറിച്ചാണ്. ഇതൊരു പണി തന്നെയാണ്. ഈ സ്ത്രീക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെയുള്ള അപരാധങ്ങൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇതെടുത്ത് വെച്ച് ഡെയിലി കണ്ടൻറ് ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? ഇത് കാണാനും ഇത്ര ആൾക്കാരും ഉണ്ട്. വേറെ എന്ത് സോഷ്യൽ റെലവൻറ്റ് ഇഷ്യൂസ് ഇട്ട് കഴിഞ്ഞാലും കിട്ടാത്ത റീച്ച് ഈ രേണുവിൻ്റെ കണ്ടൻറ് ഇടുമ്പോൾ കിട്ടുന്നുണ്ട്. കാര്യം എന്താ? ഇത്രയും ലക്ഷം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുക. അല്ലാതെ അവർക്ക് വേറെ ഒന്നും കാണണ്ട. ഇനി നമ്മുടെ നാട്ടിൽ ഇനി എന്ത് സംഭവിച്ചാലും അവർക്കത് കാണണ്ട. രേണുവിന് ഇവിടെ എന്ത് പറ്റിയെന്ന് എന്ന് കേൾക്കാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ പുള്ളിക്കാരത്തി തന്നെയാണ്. രേണു, പിന്നെ സബ്സ്ക്രിപ്ഷൻ എത്രയായി? എന്താണ് അവസ്ഥ? പേയ്മെന്റ് അക്കൗണ്ടിലോ? മറ്റേ ചോദ്യങ്ങൾ ചോദിക്കണ്ട. എനിക്ക് പറയാൻ താല്പര്യങ്ങളില്ല. എന്ത് ഈ മറ്റേ ചോദ്യങ്ങൾ? കുറേ മീഡിയക്കാരെയും ചുറ്റിന് വിളിച്ച് വരുത്തി ഇങ്ങനെയുള്ള കുറേ അപരാധപ്പെട്ട കുറേ ചോദ്യങ്ങളും ചോദിച്ച് അത് സോഷ്യൽ മീഡിയ വരെ സ്പ്രെഡ് ചെയ്യണം. അതങ്ങ് വലിയ കാര്യമാണെന്നൊരു ചിന്ത കാണുമായിരിക്കും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതൊരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് മാറിയിരിക്കുക ഈ രേണുവിൻ്റെ ഈ വിഷയങ്ങൾ. ഒന്നും പറയാനില്ല. കാരണം എനിക്ക് ഉള്ളായിരുന്നൊരു ഫേസ്ബുക്ക് പേജ് അത് ഹാക്ക് ചെയ്ത് അടിച്ച് തകർത്തോണ്ടിരിക്കുന്നു. എനിക്കൊന്നും പറയാനില്ല. ഫേസ്ബുക്ക് പേജ് പോയോ? എപ്പോഴേ? ഫേസ്ബുക്ക് പേജ് അടിച്ച് തകർത്തോണ്ടിരിക്കുക. ഫേസ്ബുക്കിൽ നിങ്ങളായിട്ട് തന്നെ ആ പ്രൊഫൈലിൻ്റെ പേരും മാറി വേറെ ഏതോ ആരുടെ ഫോട്ടോ ഇട്ടിട്ട് അത് നിങ്ങളെ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര വിശ്വസനീയമല്ല. അല്ലെങ്കിൽ ഹാക്ക് ചെയ്തതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കാനുണ്ടോ? ആ ഫേസ്ബുക്ക് പേജ് പോയി എന്നും പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് പോലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല അത് ഹാക്കായെന്ന്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ എന്തെങ്കിലും ചാറ്റുകൾ ക്ലിയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പണ്ടൊക്കെ അയച്ചയക്കുന്ന എന്തെങ്കിലും ചാറ്റുകൾ ആൾക്കാർ കുത്തിപ്പൊക്കുമെന്നും പറഞ്ഞ് പേടിച്ചിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ ആ പ്രൊഫൈലിൻ്റെ പേരുകൾ മാറാൻ പറ്റും. പിന്നെ അത് ഹാക്കായി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെ പോസിബിലിറ്റീസ് ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും രേണു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കിയോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ മണ്ടന്മാരല്ല. ഇത്രയും എനിക്ക് രേണുവിൻ്റെ അടുത്ത് പറയാനുള്ളൂ. രേണുവിൻ്റെ ഈ അപരാധവും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഇതെല്ലാം ഒരു അതിര് വിടുമ്പോഴത്തേക്ക് ഇത് പിന്നെ അത് ലീഗൽ ഇഷ്യൂസിലോട്ടൊക്കെ പോകും. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.